ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ സമ്പത്ത് മുഴുവനും ദൈവത്തിന് കൊടുത്താലും, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കൊടുത്താലും, നിങ്ങളുടെ വസ്തുവകൾ വിറ്റ് കൊടുത്താലും, പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെയോ നിങ്ങളെ തന്നെ അർപ്പിച്ചാലും നിങ്ങളുടെ ആത്മാവിന് തുല്യമായിരിക്കുന്ന ഒരു വില കിട്ടാത്തത് കൊണ്ട് നമുക്കെന്താണ്, ദൈവത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ദൈവ കോടതിയുടെ മുമ്പിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. ഒരു ജാമ്യത്തുക കെട്ടിവെക്കുവാൻ ലോകത്തിൽ ആരുടെയെങ്കിലും അതിന് യോഗ്യമായിരിക്കുന്ന സമ്പത്തില്ല. അതുകൊണ്ട് എന്താണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാണ്, കർത്താവ് ഇനി എങ്ങനെ സാധ്യമാകും? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പണ്ട് നിലവിളിച്ചാൽ ഒരു നിലവിളിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? താൻ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാളകളെ ഇറക്കുകയോ നൊയമ്പ് ആചരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള യാഗങ്ങളും ബലികളും എല്ലാം കഴിക്കുമ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കുന്ന ഒരു മനുഷ്യനൊരു നിലവിളിയുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ തന്നെ വീണ്ടെടുപ്പിന് ഈ പ്രവൃത്തികൾക്ക് കഴിയത്തില്ല. അതായത് ശലോമോന് 1,20,000 കാളകളെ ആട്ടുകൊറ്റന്മാരെ അറുത്തിട്ടും കാളകളെ അറുത്തിട്ടും എന്താണ് ദൈവത്തിലേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധ്യമായിട്ടില്ല. അപ്പോൾ എന്താണ്, ആണ്ടോടാണ്ട് നേർച്ചകളോ വഴിപാടുകളോ നോയമ്പുകളോ ഒക്കെ നോക്കിയിട്ടും പാപമോചനം ദൈവത്തിന്റെ അടുക്കലേക്കുള്ള വീണ്ടെടുപ്പ് സാധ്യമാകുന്നില്ല. പ്രിയപ്പെട്ട, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വേദനയുണ്ടോ? കർത്താവേ, കഴിഞ്ഞ വർഷവും ഞങ്ങൾ നോയമ്പ് ആചരിച്ചതാണ്, അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ ആചരിച്ചതാണ്. ക്രിസ്തുമസും ഈസ്റ്ററും ദുഃഖവെള്ളിയും എല്ലാം ഞങ്ങൾ ആചരിക്കാറുണ്ട്. അതാത് മതത്തിൻ്റെതായിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് ആണ്ടുകളും വാവുകളും ശബ്ബത്തുകളും ഞങ്ങൾ ആചരിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പാപമോചനം കിട്ടുന്നില്ല. ദൈവത്തോട് ഞങ്ങൾക്ക് ഒരു നിരപ്പ് വരുന്നില്ല. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് കൂടെ വാഴുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ പാപിയായതുകൊണ്ട് നരകവിധിയിലേക്ക് പോകുന്നുള്ളൂ. പ്രിയപ്പെട്ട, ഇതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കണം. കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആര് നിത്യദഹനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും? ആർ ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കും? ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? പ്രിയപ്പെട്ട, ഉത്തരം സിമ്പിളാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം.